Dear my students, welcome to English class. Today we are going to learn the scholarship jacket, the last lesson of the half-yearly portion by Martha Salinas. A very interesting story. വളരെ രസകരമായി പഠിക്കാവുന്ന, പഠിച്ചിരിക്കേണ്ട ഒരു കഥ. നിങ്ങളെപ്പോലെ മേ ബി അബൌട്ട് 14 or 15 ഏജ്ഡ് ഗേൾ, അവൾ ബ്ലാക്ക് നീഗ്രോ ഗേൾ, ഫിനാൻഷ്യലി വെരി പുവർ ആൻഡ് physically not at all plum-like. അങ്ങനെ ഒരു ദിഷണാശാലിയായ കുട്ടി സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ശാരീരികമായിട്ടും മറ്റുള്ളവരോട് മത്സരിക്കത്തക്ക അവസ്ഥയിലല്ലെങ്കിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ മാത്രമല്ല, കഴിവുണ്ടായിട്ടും അർഹതയുണ്ടായിട്ടും അത് നിഷേധിക്കപ്പെടുന്ന, പിന്നോക്ക വിഭാഗമായതുകൊണ്ട് കഴിവ് നിഷേധിക്കപ്പെടുന്ന, അർഹത അംഗീകരിക്കപ്പെടാത്ത ഒരു കുട്ടി. അവളുടെ മനസ്സ്, അവൾ പോരാട്ടം നടത്തുന്നു. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം, താൻ അംഗീകരിക്കപ്പെടാനുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ കഥയാണ്, ആ നേട്ടത്തിൻ്റെ കഥയാണ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. ദെൻ ടു ദ ലെസൺ. ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. The small Texas school that I went to had a tradition carried out every year during the 8th grade examination. So the title is the scholarship jacket. What is the meaning of scholar? Scholar, a very intellectual person. ദിഷണാശാലി. ദിഷണാശാലിക്ക് കൊടുക്കുന്ന അംഗീകാരമാണ് സ്കോളർഷിപ്പ്. ഇവിടെ ഇതാ ടെക്സാസ് സ്കൂളിലെ, അമേരിക്കയിലെ ടെക്സാസ് സ്കൂളിലെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അല്ലെങ്കിൽ വെള്ളക്കാരുടെ സ്കൂളിലെ കറുത്ത വർഗക്കാരിയായ ഒരു കുട്ടി, അവളാണ് അവിടുത്തെ ഈ വർഷം സ്കോളറായിട്ട് പുറത്തു പോകേണ്ട, സെൻഡ് ഓഫ് കൊടുക്കപ്പെടേണ്ട കുട്ടി. ആ കുട്ടി അവളുടെ മനസ്സിലെ കാര്യങ്ങൾ, സംഘർഷങ്ങൾ അതേ ഭാഷയിൽ, സംഘർഷത്തിൻ്റെ ഭാഷയിൽ, സങ്കടത്തിൻ്റെ ഭാഷയിൽ വെളിപ്പെടുത്തുന്നു. ദ സ്മോൾ ടെക്സാസ് സ്കൂൾ ദാറ്റ് ഐ വെൻറ്റ് ടു, ഞാൻ പഠിക്കാൻ പോയ ആ സ്കൂളിന്, വലിയ നഗരത്തിലെ ഒരു ചെറിയ സ്കൂൾ, ടെക്സാസിലെ സ്കൂൾ, ടെക്സാസ് സ്കൂൾ, അതിനൊരു പാരമ്പര്യമുണ്ട്. ഇറ്റ് ഹാസ് എ ട്രഡീഷൻ, ആൻ ഓർത്തഡോക്സ് മെത്തേഡ്. യാഥാസ്ഥിതികമായിട്ട് പാരമ്പര്യമായിട്ട് തുടർന്നു വരുന്ന രീതിയുണ്ട് ആ സ്കൂളിന്. വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഈസ് ദാറ്റ് ട്രഡീഷൻ ദാറ്റ് ക്യാരിഡ് ഔട്ട് എവറി ഇയർ ഡ്യൂറിങ് ദ 8th grade ഗ്രാജുവേഷൻ? അല്പം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്നും മാറ്റി ചിന്തിക്കേണ്ടതായ കാര്യം. നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത് SSLC പരീക്ഷയാണ്. എന്നാൽ ഇവിടെ പ്രീ പ്രൈമറി ക്ലാസ്സും കഴിഞ്ഞ് 1ഉം 2ഉം ക്ലാസ്സും കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു 3ാം ക്ലാസ് ലെവലാണ്. ഈ ഫസ്റ്റ് ഗ്രേഡ് മുതൽക്ക് 8th grade വരെ 8 കൊല്ലം തുടർച്ചയായി പഠനം നടത്തിയാൽ ആ കുട്ടി ഹയർ എഡ്യൂക്കേഷനായിട്ട് പുറത്തേക്ക് പോകുന്നു. ആ പരീക്ഷയാണ്, ആ വിദ്യാഭ്യാസമാണ്, ആ അംഗീകാരമാണ് 8th grade
കൊടുക്കുന്ന ഗ്രാജുവേഷൻ എന്ന വാക്കിന് ബിരുദം എന്നാണ് അർത്ഥം. ചില പദങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് അല്പം വ്യത്യാസമായി തോന്നുന്ന പദങ്ങളുണ്ട്. വൺസ് അഗെയിൻ, ദ സ്മോൾ ടെക്സാസ് സ്കൂൾ ദാറ്റ് ഐ വെൻറ്റ് ടു, മാർത്താ സെലിനാസ് എന്ന കറുത്ത വർഗ്ഗക്കാരിയായ നീഗ്രോവർഗ്ഗക്കാരിയായ എന്നാൽ അമേരിക്കയിൽ പഠിക്കുന്ന, അതായത് അവിടെ കുടിയേറി പാർത്തവരായതുകൊണ്ട് തൊഴിലാളികളെ തൊഴിൽശാലകളിലേക്കും അതേപോലെ തന്നെ തോട്ടങ്ങളിലേക്കും കയറ്റിക്കൊണ്ടുപോയി അവിടെ ജോലിയെടുപ്പിക്കുകയാണ് അത്തരത്തിൽപ്പെട്ട തൊഴിലാളിയുടെ മകള്. അവൾ പറയാണ്, ദ സ്മോൾ ടെക്സാസ് സ്കൂൾ ദാറ്റ് ഐ വെൻറ്റ് ടു ഹാഡ് എ ട്രഡീഷൻ. ഞാൻ പഠിച്ച ടെക്സാസ് സ്കൂളിന് ഒരു പാരമ്പര്യമുണ്ട്. carried out every year during the 8th grade ഗ്രാജുവേഷൻ. 8th ഗ്രേഡ് ഗ്രാജുവേഷനിലെത്തുമ്പോൾ, നമ്മുടെ പറയുന്ന മാതിരി സെക്കൻഡറി ലെവലിലെത്തുമ്പോൾ, എ ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ് വാസ് അവാർഡഡ് ടു ദി ക്ലാസ് വെലിഡിക്ടോറിയൻ. ആ 8th ക്ലാസ്സിൽ, ഒരു ക്ലാസ്സല്ല, 8th ഗ്രേഡിലെ മൊത്തം ക്ലാസ്സിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്ക് സെൻഡ് ഓഫ്, അതാണ് വെലിഡിക്ടോറിയൻ ഫംഗ്ഷൻ. വെലിഡിക്ടോറിയൻ മാഷോടെ എഴുതി വെച്ചിട്ടുണ്ട്. വെലിഡിക്ടോറിയൻ, വാട്ട് ഈസ് മീൻ ബൈ ഹൂ ഈസ് വെലിഡിക്ടോറിയൻ? വൺ ഹൂ ഈസ് ഗിവൺ സെൻഡ് ഓഫ്, യാത്രയയപ്പ് നൽകപ്പെടുന്നയാൾ, അയാൾക്കാണ് യാത്രയയപ്പ് നൽകപ്പെടുന്നത്. നമ്മുടെ SSLCക്ക് യാത്രയയപ്പ് നൽകുന്ന മാതിരി. അങ്ങനെ യാത്രയയപ്പ് നൽകപ്പെടുമ്പോൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക്, ദാറ്റ് ഈസ് ദ സ്കോളർ, ആ സ്കോളറിന്, ആ സ്കൂൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് എവിടെ മുതൽക്ക് എവിടം വരെ, ഫസ്റ്റ് ഗ്രേഡ് മുതൽക്ക് 8th ഗ്രേഡ് വരെ ഏറ്റവും മികവ് പുലർത്തിയ, 8 വർഷക്കാലം തുടർച്ചയായിട്ട് മികവ് പുലർത്തിയ കുട്ടിക്ക് ഒരു അംഗീകാരം. ആ അംഗീകാരം സ്കോളർഷിപ്പ് ജാക്കറ്റാണ്, ഒരു ജാക്കറ്റാണ്. കടും പച്ച, കരിമ്പച്ച നൂലുകൊണ്ട് നെയ്ത അതിമനോഹരമായ ഒരു ഉടുപ്പ്. അതിൻ്റെ മുകളിൽ ഇടതുവശത്ത് ഈ കുട്ടിയുടെ പേരെഴുതും. അവിടെ തന്നെ സ്വർണ്ണ നൂലുകൊണ്ട് എസ് എന്നെഴുതും. ആ കുട്ടിയുടെ പേരും എഴുതും. എസ് എന്ന് പറഞ്ഞാൽ സ്കോളർ. ഇതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ്? 8ാമത്തെ 8th ഗ്രേഡ് ഗ്രാജുവേഷൻ എക്സാമിനേഷനിൽ 14-15 വയസ്സുള്ള നിങ്ങളെപ്പോലുള്ള 10ാം ക്ലാസ്സിന് സമാനമായ ഒരു പരീക്ഷ അല്ലെങ്കിൽ ആ ഗ്രേഡ്, അത് ഗ്രേഡ് കഴിഞ്ഞു പോകുന്ന കുട്ടിക്ക്, ആ സ്കൂളിലെ ഏറ്റവും മികവാർന്ന കുട്ടിക്ക് ഒരു അംഗീകാരമുണ്ട്, എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. അതൊരു ജാക്കറ്റാണ്. കടും പച്ച നിറത്തിൽ ഉള്ള സ്വർണ്ണവർണ്ണമുള്ള അക്ഷരങ്ങളാൽ പേര് രേഖപ്പെടുത്തിയ ഒരു ജാക്കറ്റ്. ഓവർകോട്ട്. ജാക്കറ്റ് മീൻസ് ഓവർകോട്ട്. ദാറ്റ് ഈസ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ട്. ഒരിക്കൽ കൂടി നോക്കൂ. ദ സ്മോൾ ടെക്സാസ് സ്കൂൾ ദാറ്റ് ഐ വെൻറ്റ് ടു ഹാഡ് എ ട്രഡീഷൻ carried out every year during the 8th grade graduation. A beautiful gold and green jacket was awarded to the class valedictorian. ആ വെലിഡിക്ടോറിയന് ആർക്കാണോ അത്തപ്രകാരത്തിൽ ഒരു യാത്രയയപ്പ് നൽകപ്പെടുന്നത് ആ കുട്ടിക്ക് കൊടുക്കും. The student who had maintained the higher grades for 8 years, 8 വർഷക്കാലം ആരാണോ തുടർച്ചയായിട്ട് എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ഗ്രേഡ് മുതൽക്ക് 8th ഗ്രേഡ് വരെ മികവ് പുലർത്തുന്നത്, ഈച്ച് ആൻഡ് എവറി ഇയർ, എല്ലാ വർഷവും, ദാറ്റ് ഈസ് ടു ബി കണ്ടിന്യൂഡ്, അങ്ങനെ തുടർ മികവ് പുലർത്തുന്നത്, അങ്ങനെ തുടർ മികവ് പുലർത്തുന്ന കുട്ടിക്ക് 8th ഗ്രാജുവേഷൻ ലെവലിൽ ആ സ്കൂൾ ഒരു അംഗീകാരം കൊടുക്കുന്നു. അങ്ങനെ ഒരു രീതി ആ ടെക്സാസ് സ്കൂളിലുണ്ട്. അവിടെയാണ് നമ്മുടെ മാർത്താ സെലിനാസ് എന്ന ഈ നീഗ്രോ വർഗ്ഗക്കാരിയായ പെൺകുട്ടി പഠിച്ചത്. Then the scholarship jacket had a big gold S. സ്കോളാർ എന്ന് രേഖപ്പെടുത്തിയ ഒരു ജാക്കറ്റ്, ഒരു ഓവർകോട്ട്. ഹാഡ് എ ബിഗ് ഗോൾഡ് എസ് ഓൺ ദ ലെഫ്റ്റ് ഫ്രണ്ട് സൈഡ്, ഇടത്ത് മുകളിൽ പോക്കറ്റ് സൈഡിൽ. ആൻഡ് യുവർ നെയിം മീൻസ് വൺ ഹൂ ഈസ് ദാറ്റ്, ഹിസ് നെയിം ഓർ ഹെർ നെയിം. അതിൽ അവരുടെ പേരെഴുതിയിട്ടുണ്ടാകും, റിട്ടൻ ഇൻ ഗോഡ് ലെറ്റേഴ്സ് ഓൺ ദ പോക്കറ്റ്.
So this is the first para, the introductory para. Then the second one. മൈ ഓൾഡസ്റ്റ് സിസ്റ്റർ, പഴയകാല പ്രയോഗമാണ്. ഓൾഡ് പ്രായമാണെങ്കിൽ, പ്രത്യേകിച്ചും ബന്ധുക്കളാണെങ്കിൽ, മനുഷ്യരാണെങ്കിൽ ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ് അല്ല, ഓൾഡ്, എൽഡർ, എൽഡസ്റ്റ്, വർത്തമാനകാല പ്രയോഗം. എന്നാൽ കെട്ടിടങ്ങളാണെങ്കിൽ ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്. അതുപോലെ തന്നെ സംസ്കാരം ഇത്യാദി കാര്യങ്ങളാണെങ്കിൽ ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്. എന്നാൽ മനുഷ്യരെ പറ്റി പറയുമ്പോൾ, ബന്ധുക്കളെ പറ്റി പറയുമ്പോൾ, പ്രായത്തിനെ പറ്റി പറയുമ്പോൾ ഓൾഡ്, എൽഡർ, എൽഡസ്റ്റ്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓൾഡസ്റ്റ് എന്നാണ്. ദ ഓൾഡസ്റ്റ് സിസ്റ്റർ, ദാറ്റ് ഈസ് ദ എൽഡസ്റ്റ് സിസ്റ്റർ റൂസി. റൂസി എന്ന എൻ്റെ ഏറ്റവും മുതിർന്ന സഹോദരിക്ക് ഹാഡ് വൺ, വിൻ എന്ന വാക്കിൻ്റെ ഭൂതകാലം, വൺ ദ ജാക്കറ്റ് എ ഫ്യൂ ഇയേഴ്സ് ബാക്ക്. എൻ്റെ സഹോദരി കുറച്ച് വർഷം മുൻപേ ഇത് നേടിയിട്ടുണ്ട്. ആൻഡ് ഐ ഫുള്ളി എക്സ്പെക്റ്റഡ്, ഞാനും പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നുണ്ട്, ടു ഓൾസോ, എനിക്കും ഇത് കിട്ടുമെന്ന്. ഐ വാസ് 14, അന്ന്, അതായത് ഇവൾ മുതിർന്നപ്പോഴാണ്, വലിയവളായപ്പോഴാണ് ഈ കഥ എഴുതുന്നത്. അതായത് ആത്മകഥാംശമുള്ള ഈ കഥ, അവളുടെ തന്നെ കഥ. ഐ വാസ് 14 ആൻഡ് ഇൻ ദ 8th grade. ഞാനിപ്പോൾ 14 വയസ്സുകാരിയാണ്. 14 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കഴിയാൻ പോകുന്നു. ഞാനിപ്പോൾ 8ാമത്തെ ഗ്രേഡിലാണ്. എൻ്റെ അവസാന വർഷമാണ് സ്കൂളിൽ. ഐ ഹാഡ് ബീൻ എ സ്ട്രെയിറ്റ് എ സ്റ്റുഡൻറ്റ് സിൻസ് ദ 1st grade. എന്തുകൊണ്ട് അവൾ അർഹതയാണ്? എന്തുകൊണ്ട് ആ കുട്ടിക്ക് അർഹതയുണ്ട്? എന്തുകൊണ്ട് അവൾ അർഹയാണ്? എന്തുകൊണ്ടെന്നാൽ ഫ്രം ദ 1st grade ഓൺവേർഡ്സ് അപ് ടു ദിസ് 8th standard grade, 1ാം ക്ലാസ് മുതൽക്ക്, അല്ലെങ്കിൽ ആ 3ാം ക്ലാസ് എന്ന് നമ്മൾ പറയുന്ന അവിടുത്തെ 1ാം ക്ലാസ് മുതൽക്ക് ഈ 8ാം ക്ലാസ് വരെ, അതായത് നിങ്ങളുടെ നിലവിലുള്ള, നിങ്ങളുടെ അവസ്ഥയിലുള്ള ഈ ഗ്രേഡ് ലെവൽ വരെ 8 വർഷക്കാലം തുടർച്ചയായിട്ട് അവൾ അവളുടെ ക്ലാസ്സിൽ എ ഗ്രേഡ് ഉള്ളവളായിരുന്നു, കണ്ടിന്യൂസ്ലി. ആൻഡ് ഇൻ ദ 8th grade ഐ ഹാഡ് ബീൻ എ സ്ട്രെയിറ്റ് എ സ്റ്റുഡൻറ്റ് സിൻസ് മീൻസ് അത് മുതൽ ദ 1st grade ആൻഡ് ദിസ് ലാസ്റ്റ് ഇയർ, ഇത് അവസാന വർഷമാണ്. ഹാഡ് ലുക്ക്ഡ് ഫോർവേഡ് വെരി മച്ച് ടു ഓണിങ് ദാറ്റ്. ഈ വർഷം തീർച്ചയായിട്ടും ആ ഗ്രേഡ്, ആ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ദാറ്റ് റിക്കഗ്നിഷൻ, ദാറ്റ് അവാർഡ്, ഐ ആം ഗോയിങ് ടു ഓൺ ഇറ്റ്. ഞാൻ ആ ജാക്കറ്റ് സ്വന്തമാക്കാൻ പോകുന്നു, ഞാൻ ആ അംഗീകാരം സ്വന്തമാക്കാൻ പോകുന്നു. ഞങ്ങളുടെ സ്കൂളിലെ സെൻഡ് ഓഫിൽ യാത്രയയപ്പ് ദിനത്തിൽ അവസാനം ഇനമായി എനിക്കത് സമ്മാനിക്കപ്പെടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒരു പ്രഭാഷണം നടത്തി, ഒരു കൊച്ചു പ്രസംഗം നടത്തി, അഭിമാനത്തോടു കൂടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. മൈ ഫാദർ വാസ് എ ഫാർം ലേബറർ. ഇനി കഥ മാറുന്നു. എൻ്റെ അച്ഛൻ ഒരു കർഷക തൊഴിലാളിയാണ്. ഹു കുഡ് നോട്ട് ഏൺ ഇനഫ്. അദ്ദേഹത്തിന് ഏറെ വരുമാനമില്ല. എന്തുകൊണ്ടെന്നാൽ ഏൺ മണി ടു ഫീഡ് 8 children. ഞങ്ങൾ 8 കുട്ടികളുണ്ട്. അച്ഛനും അമ്മയും 10 പേര്. ഇനി അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ 10 15 പേരുള്ളൊരു കുടുംബം. ഈ കുടുംബത്തിനെ തീറ്റിപ്പോറ്റാനുള്ള വരുമാനം വെറും ഒരു തോട്ടം തൊഴിലാളിയായ അവരുടെ അച്ഛനില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് മാർത്ത ബിലോങ്സ് ടു എ poor family, a laborer family, a Negro family, a black family. So when I was 6, I was given to my grandparents to raise. അതുകൊണ്ട് എൻ്റെ അച്ഛന് 8 മക്കളെ തീറ്റിപ്പോറ്റാൻ സാഹചര്യമില്ലാത്തത് കൊണ്ട് ഐ വാസ് ഗിവൺ ടു ഗ്രാൻഡ് പാരൻസ്. എന്നെ മുത്തശ്ശൻ്റെ, മുത്തശ്ശിയുടെ അടുക്കലേക്ക് അച്ഛനമ്മമാർ പറഞ്ഞയച്ചു. ടു റേസ് മീ, എന്നെ വളർത്താനായിട്ട്. നെക്സ്റ്റ് പാര, 3rd. വി കുഡിൻ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ്. എന്നാൽ ഞങ്ങൾക്ക്, പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഞങ്ങൾക്ക് സ്പോർട്സിൽ പങ്കെടുക്കാനുള്ള അവസരമില്ല അറ്റ് സ്കൂൾ. ബിക്കോസ് ദർ വർ രജിസ്ട്രേഷൻ ഫീ. കാരണം ഞങ്ങൾ രജിസ്ട്രേഷൻ ഫീ കൊടുക്കണം. ആരാണെങ്കിലും ഇറ്റ് ഈസ് ദ സ്കൂൾ ഓഫ് ഫിനാൻഷ്യലി സൗണ്ട് പീപ്പിൾ, ദ വൈറ്റ് പീപ്പിൾ. വെള്ളക്കാരുടെ സ്കൂളാണ്, സാമ്പത്തികമായിട്ട് മുന്നോക്കമുള്ളവർ പഠിക്കുന്ന സ്കൂളാണ്. പക്ഷേ അവിടെ ഈ ചെറിയ കുട്ടി, പ്രത്യേകിച്ച് കറുത്ത വർഗക്കാരിയായ കുട്ടി, തോട്ടം തൊഴിലാളിയുടെ കുട്ടി, ധിഷണ കൊണ്ട്, ബുദ്ധിശക്തി കൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടി പഠിക്കുന്നവളാണ്. അതുകൊണ്ട്
അവിടെ സ്പോർട്സിൽ പങ്കെടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ഫീ കൊടുക്കണം, രജിസ്ട്രേഷൻ ഫീ കൊടുക്കണം. എന്തിനൊക്കെ? യൂണിഫോം, അത് സ്പോർട്സിൻ്റെ ജേഴ്സിക്കും അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ ഷോർട്സിനും ഷൂസിനും സോക്സിനും ഒക്കെ തന്നെ പണം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. അതിൻ്റെ കോസ്റ്റ് കൊടുക്കണം. ആൻഡ് ട്രിപ്സ് ഔട്ട് ഓഫ് ടൗൺ, സ്പോർട്സ് പരിശീലനത്തിനായിട്ട്, ഓടാനായിട്ട്, ഓട്ടം പരിശീലിക്കാനായിട്ട്, ചാട്ടം പരിശീലിക്കാനായിട്ട്, അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ, അല്ലെങ്കിൽ അതുമാതിരിയുള്ള ടെന്നീസ്, ഇതൊക്കെ പരിശീലിക്കാനായിട്ട് when the students are taken out, when the players are taken out, ഈ വിദ്യാർത്ഥികളെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അതിനുള്ള യാത്രാ ചെലവ് വഹിക്കണം, അവരുടെ ജേഴ്സിയുടെ ചിലവ് കൊടുക്കണം, അത് ഷൂസ് വാങ്ങണം, സോക്സ് വാങ്ങണം, നല്ല ഭക്ഷണം വേണം. ഇതിനൊന്നും കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത കുടുംബമായ എൻ്റെ കുടുംബത്തിലെ ഈ അവസാനത്തെ കണ്ണിയായ ഞാൻ സ്പോർട്സിൽ താല്പര്യമുണ്ടായിട്ടും സ്പോർട്സിൽ പങ്കെടുക്കാൻ കഴിയാത്തവളാണ് എന്നാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. സോ ഈവൻ ദോ അവർ ഫാമിലി വാസ് ക്വൈറ്റ് എജൈൽ, ഞങ്ങളുടെ ഫാമിലി എജൈലാണ്. എജൈൽ, AGILE, ഫിസിക്കലി ഫിറ്റ് ഓർ ആക്റ്റീവ്. കണ്ടോ? ശാരീരികമായി പ്രാപ്തിയുള്ളവളാണ്. നല്ല ഭക്ഷണം കഴിച്ച് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ദാറ്റ് ടോൾ ബോഡിയാണ്. നമ്മുടെ ഉസൈൻ ബോൾട്ടിനൊക്കെ പോലെ കറുത്ത വർഗ്ഗക്കാർക്ക് ശാരീരികക്ഷമത കൂടുതലായിരിക്കും. അവർ എജൈലാണ്, അവർ ആക്റ്റീവാണ്. ഞാൻ ആക്റ്റീവ് ആയിരുന്നിട്ടും, എനിക്ക് താല്പര്യമുണ്ടായിട്ടും, ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ നല്ല ജോലിയെടുക്കുന്ന എജൈലായിരുന്നിട്ടും, ആക്റ്റീവ് ആയിരുന്നിട്ടും, അതാണ് ഈവൻ ദോ, എന്നിട്ട് പോലും അവർ ഫാമിലി വാസ് ക്വൈറ്റ് എജൈൽ ആൻഡ് അത്ലറ്റിക്. ഞങ്ങളുടെ ശരീരം ഉറച്ച ശരീരമാണ്, അത്ലറ്റിക് ബോഡിയാണ്. എന്നിട്ടും ദർ വുഡ് നെവർ ബി എ സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ്. എന്തിനു പറയുന്നു? സ്കൂളിലെ ഒരു ജേഴ്സി അണിയാനുള്ള അവസരം പോലും എനിക്ക് കിട്ടിയിട്ടില്ല, ഒരു ടീമിന് വേണ്ടിയിട്ട്. പിന്നീട് പറയുന്നുണ്ട് അവൾ നല്ല ബാസ്കറ്റ് ബോൾ കളിക്കാരിയാണ്. അവളുടെ PE ടീച്ചർ പറയുന്നുണ്ട് അവളെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന്, മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഉൾപ്പെടുത്തണമെന്ന്. പക്ഷേ കഴിയില്ല. they are unable to do it. എന്തുകൊണ്ടെന്നാൽ ഫിനാൻഷ്യലി പുവർ, ഫിനാൻഷ്യലി നോട്ട് അറ്റ് ഓൾ സൗണ്ട്, സാമ്പത്തിക ഭദ്രതയില്ല. അങ്ങനെ സാമ്പത്തിക ഭദ്രതയില്ലാത്ത, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മാനസിക അവസ്ഥ. ആൻഡ് ഷീ ഈസ് ഇൻ്റലക്ച്വലി ഫോർവേഡ് ഫ്രം ഫസ്റ്റ് ഗ്രേഡ് ടു 8th ഗ്രേഡ്. 1ാം ഗ്രേഡ് മുതൽ 8ാം ഗ്രേഡ് വരെ ഈ 10 വർഷക്കാലം അവൾ പഠിച്ച കാലം അത്രയും ഷീ വാസ് എ സ്റ്റുഡൻറ്റ്, A+ എന്ന് പിന്നീട് പറയുന്നുണ്ട്. A+ സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്, അവരുടെ ക്ലാസ്സിൽ. അതുകൊണ്ട് ഇതാ ഈ മാസം ഇനി വാഡിക്ടോറിയൻ ഫംഗ്ഷനാണ്, യാത്രയപ്പാണ്, വർഷം കഴിയാറായി. എന്തായാലും എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും. എനിക്ക് സ്പോർട്സ് ജാക്കറ്റ് കിട്ടിയില്ലെങ്കിലും, സ്പോർട്സിൽ അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിലും, എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ അംഗീകാരം കിട്ടുന്നില്ലെങ്കിലും, എനിക്ക് പഠനത്തിൽ, അക്കാഡമിക് ഫീൽഡിൽ, എഡ്യൂക്കേഷൻ ഫീൽഡിൽ തീർച്ചയായിട്ടും ഈ വർഷം എനിക്കാണ് അംഗീകാരം. അതുകൊണ്ട് this one is scholarship jacket. The scholarship jacket was our only chance. ഇതുമാത്രമാണ് ഞങ്ങളുടെ ഒരേ ഒരു അവസരം. ഇതാണ് സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ ആദ്യ ഭാഗം.